MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിനിടെ പറയുകയാണ്, ഒരു കൂട്ടർ മുഖം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറുകൂട്ടർ മറ്റു ചിലത് തുറന്നു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. മറ്റു ചിലതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയൂ. പറഞ്ഞു തീർന്നില്ല. അതായത് അമിതമായ പാശ്ചാത്യവൽക്കരണമൊന്നും വേണ്ട, പൂർവികർ എങ്ങനെയാണോ നടന്നത് അതുപോലെ നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ചു പേർ മാറു തുറന്നു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഫസൽ ഗഫൂർ എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ അതുപോലെ തന്നെ പൊതുപരിപാടികളിലൊക്കെ സജീവമായ ഒരു മുഖം, കൃത്യമായ സ്ത്രീ വിരുദ്ധതയല്ലേ ഇത്? തീർച്ചയായിട്ടും സിനുജി, ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോൾ ഇന്നത്തെ അവതാര രൂപത്തിൽ സ്ത്രീകളെ കണ്ടിട്ടില്ല. മുസ്ലിം സ്ത്രീകളെ കറുത്ത വേഷത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ തലയിൽ അവരൊരു തട്ടം പോലത്തെ ഇങ്ങനെ എടുത്തിടും. എന്നിട്ട് ഇവിടം വരെ ഇങ്ങനെ കമ്മൽ, കുഞ്ഞി കമ്മലുകൾ ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാട്ടിലൊക്കെ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ടോട്ടെ, ഇവിടുത്തെ ഇപ്പോൾ പാശ്ചാത്യ പഴയ രീതിയിലേക്ക് പോകുന്ന ഇവിടെ മുതൽ ഈ കമ്മലുകൾ ഇങ്ങനെ ഇട്ട് തലയിലൊരിത് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ഒപ്പന കളിയിലുള്ള പോലത്തെ ഒരു ബ്ലൗസും പിന്നെ കാച്ചി മുണ്ടെന്നാണ് പറയുക, ഒരു കരയുള്ള മുണ്ടാണ് അവർ എടുത്തിരുന്നത്. അങ്ങനെ നടന്നോട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ തുടങ്ങിക്കോട്ടേനെ, അദ്ദേഹത്തിൻ്റെ മക്കളോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യമാരോ ഒക്കെ അങ്ങനെ നടന്നോട്ടെ. ഈ പഴയ രീതിയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ വളരെ 5-10 വർഷമേ ആയിട്ടുള്ളൂ ഈ അവസ്ഥയിൽ ഞാൻ മുസ്ലിം സ്ത്രീകളെ കാണാൻ തുടങ്ങിയിട്ട്. അതായത് മുഴുവൻ കറുപ്പ് വെച്ച് മറച്ച് കണ്ണ് മാത്രം. എൻ്റെ സിനുജി, ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ ഇവിടെ ഇട്ടിരിക്കുന്ന തട്ടം അതിങ്ങനെ പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബർഗർ കഴിക്കുക, പൊക്കി വെച്ച് കഴിച്ചുകൂടെ? എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം പുരുഷന്മാർ എന്തുകൊണ്ട് അറബികളെ പോലത്തെ ആ റോബ് ഇട്ടൂടാ, തലയിലൊക്കെ ഇത് ഇങ്ങനെ ഇട്ടിട്ടാക്കിക്കൂടെ? അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, ഇവർക്ക് ഈ നവരസങ്ങളുണ്ട്, അതിലൊരു രസം വികാരം അധികമായിട്ടുള്ളത് കൊണ്ടാണോ? സ്ത്രീകളെ കാണുമ്പോൾ ആ വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ? പാവപ്പെട്ട സ്ത്രീകളെ ഈ ഹ്യൂമിഡ് കാലാവസ്ഥയിൽ ഈ ചൂടിൽ കറുത്ത വേഷം ഇടിപ്പിച്ച് നടത്തുന്നത്? പുരുഷൻ്റെ ഒരു ദൗർബല്യത്തിന് സ്ത്രീകൾ ബലിയാടുകളാകുകയല്ലേ ചെയ്യുന്നത്? ബാക്കി എല്ലാ മതങ്ങളിലുള്ള പുരുഷന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ സ്ത്രീകളെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത പോലെ അമ്മയോ സഹോദരിയോ ആരെ പോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവർക്ക് മാത്രം അത് സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല എന്നും കൂടി നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ. അല്ല, ഈ ഫസൽ ഗഫൂറിന് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരു കൂട്ടർ ഇങ്ങനെ മുഖം മറയ്ക്കുന്നത് അതാണ് നല്ലത്, മറു കൂട്ടർ ഇങ്ങനെ മാറ് തുറന്ന് കാണിക്കുന്നു, അങ്ങനെയൊക്കെ പറയാൻ പറ്റും? മാറ് തുറന്ന് ആര് കാണിക്കുന്നു? ഇദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അദ്ദേഹം പറയുമ്പോൾ MES പോലുള്ള സ്ഥാപനങ്ങളുടെ അധിപൻ കൂടിയാണ്. ധാരാളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ആണ് MES. അതിലെ ടീച്ചർമാരുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. എത്ര വർഷം നമ്മളെ പുറകിലേക്ക് കൊണ്ടുപോയി. തല മറയ്ക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ സിനുജി, ഞാൻ എറണാകുളത്ത് ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ടൈറ്റ് പാൻറ്റും ജസ്റ്റ് ഇങ്ങനെ വളരെ ടൈറ്റായ ടോപ്പ് ഇട്ട് തല മാത്രം മറച്ച് നടക്കുന്ന കുറേ പെൺകുട്ടികളെ ഞാൻ കാണാം. തലമുടി മാത്രം മറച്ചിട്ട്. അത് എന്ത് ഗണത്തിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടും? അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവർക്ക് തലമുടിയാണോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം? ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്. കാരണം അത്രയ്ക്ക് ടൈറ്റായിട്ടുള്ള ടോപ്പും അത്രയ്ക്ക് ടൈറ്റായിട്ടുള്ള ജീൻസാണ് ഇട്ടേക്കണേ. ടോപ്പിന് നീളം പോലും ഇല്ല, ജസ്റ്റ് ഈ പൊക്കിളിൻ്റെ അവിടം വരെ ഉള്ളൂ. അപ്പോൾ ആ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പുരാതന കാലഘട്ടത്തിലെ കുട്ടികളാണോ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളാണോ? ടൈറ്റായിട്ടിടുന്ന ടോപ്പ് നേരത്തെ പറഞ്ഞ പോലെ മാറ് തുറന്ന് കാണിക്കലാണോ അതോ മാറടച്ചു വയ്ക്കലാണോ? ഇദ്ദേഹം എന്ത് അവസ്ഥയിലാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ടീച്ചേഴ്സിന് മുമ്പിൽ വെച്ച് നടത്തിയതെന്ന് എന്നുകൂടെ നമ്മൾ പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ആ സമയത്തെന്ന്. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ വരുമ്പോഴാണ് സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? കുട്ടികളെ തന്നെ നമ്മൾ കണ്ടില്ല, കുസാറ്റിൽ എവിടെ വെച്ച് ആൺകുട്ടികൾ മുമ്പിലിരിക്കുന്ന ഒരു കർട്ടൻ ഇട്ടിട്ട് പെൺകുട്ടികൾ പുറകിൽ. അപ്പോൾ ഒരു ക്യുസാറ്റ് പോലെ അവർ വളരെ സാങ്കേതിക വിദ്യയിൽ മികവ് നേടാൻ വരുന്ന ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ വേർതിരിച്ചിരുത്തുകയാണെങ്കിൽ അവർ ജോലിക്ക് എങ്ങനെ പോകും? പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള വേറെ ആൾക്കാരുടെ സീറ്റ് ബ്ലോക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഓഫീസിലെങ്ങനെ വരാൻ പറ്റും? ഓഫീസിൽ പുരുഷന്മാർ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടൊരു ഓഫീസ് പറയാൻ പറ്റുമോ? ഇവർ പറയുന്നുണ്ട് സ്ത്രീകളെ തന്നെ നോക്കണം. ഇപ്പം നമ്മൾ കാണുമ്പോൾ സർജൻസ് പലരും പുരുഷന്മാരാണ്. ഈ പെണ്ണുങ്ങൾ മുഴുവൻ മരിച്ചോട്ടെ എന്നാണ്, മുസ്ലിം സ്ത്രീകൾ മുഴുവൻ മരിച്ചോട്ടെ എന്നാണോ? എത്ര സ്ഥലങ്ങളിൽ പുരുഷന്മാരായ ഡോക്ടർമാർ ഗൈനക്കോളജിസ്റ്റുകളായിട്ടുണ്ട്, പേരെടുത്ത ഗൈനക്കോളജിസ്റ്റുകളായിട്ടുണ്ട്. പുരുഷന്മാർ മാത്രമേ ഡോക്ടർമാരാവാൻ പാടുള്ളൂ എന്നും ഇവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾ എങ്ങനെ ചികിത്സയ്ക്ക് പോകും? സ്ത്രീകൾ എങ്ങനെ കാര്യങ്ങൾക്ക് പോകും? അപ്പോൾ വയറ്റാട്ടിമാർ നേരത്തെ നമ്മൾ കണ്ടില്ലേ,
മരിച്ചു പോയിട്ടുള്ള ഇതിൽ നമ്മൾ കണ്ടല്ലോ, കുറേ ഒരു 2 മാസം മുമ്പ് ന്യൂസിലുണ്ടായിരുന്നു. എന്തൊക്കെയോ വേഗമായിട്ട് മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ ഒരു ബഹുമാനവും അർഹിക്കാത്ത അല്ലെങ്കിൽ തലച്ചോറില്ലാത്ത വ്യക്തികളാണ് സ്ത്രീകൾ എന്നുള്ള മട്ടിലാണ് പലതും പറയുന്നത്. നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ഞങ്ങൾ കാഴ്ച വസ്തുക്കളല്ല. ഞങ്ങൾക്കും പുരുഷന്മാരെ പോലെ 2 കാലിൽ നിവർന്ന് എഴുന്നേറ്റ് നിൽക്കാനും നിങ്ങളെക്കാട്ടിലും ഒരു പിടി ബുദ്ധി കൂടുതലുണ്ടെങ്കിലെന്ന് ഞങ്ങൾ പറയുള്ളൂ. കാരണം നമ്മളുടെ റോക്കറ്റൊക്കെ വിക്ഷേപിച്ചതിന് മുമ്പിൽ നിന്നത് മിസ്സസ് മേരി തോമസ്, പേര് പെട്ടെന്ന് മേരി തോമസ് എന്ന് പറഞ്ഞാൽ അല്ല, എന്താ പേര് കിട്ടുന്നില്ല, ഒരു ലേഡിയായിരുന്നു മുമ്പിൽ, ടെസ തോമസ് എന്ന് പറഞ്ഞ ലേഡിയായിരുന്നു മുമ്പിൽ നിന്നിരുന്നേ. അപ്പോൾ ബുദ്ധി കുറച്ച് കൂടുതലായിട്ടല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത്, സ്ത്രീകളെ ഒരു മൂലയിലേക്ക് ഒതുക്കി കൂട്ടാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത? അച്ചാറിടാനും മീൻകറി ഉണ്ടാക്കാനും ഇറച്ചിക്കറി ഉണ്ടാക്കാനും മാത്രമേ ഞങ്ങളെ കൊണ്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ പെറ്റുകൂട്ടാനും. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? പ്രസവിക്കുക, എഴുന്നേക്കുക, പിന്നെയും പ്രസവിക്കുക, പിന്നെ എഴുന്നേക്കുക, അപ്പോഴേക്കും ഭർത്താവ് വേറൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോയി അവളെ ഗർഭിണിയാക്കുക. ഇതൊക്കെ ഒരു ആധുനിക ലോകത്ത് പഠിച്ച് വിദ്യാഭ്യാസം നേടി ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും സപത്നിയായിട്ടിരിക്കാൻ പറ്റില്ല. ശരിയാണോ? അങ്ങനെ സപത്നിയായിട്ടിരിക്കണമെങ്കിൽ ഞങ്ങൾക്കും ഭർത്താവ് വേണമെന്ന് ഞങ്ങൾക്കും പറയാമല്ലോ. ശരിയല്ലേ? ഇപ്പോൾ ഈ അമ്പലപ്പറമ്പിൽ അല്ലെങ്കിൽ നമ്മൾ കടകളിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്കുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. കമ്മല്, പൊട്ട്, മേക്കപ്പ് ചെയ്ത സാധനങ്ങൾ. എന്തിനാണ് ഈ സ്ത്രീകൾ ഇതൊക്കെ വാങ്ങുന്നത്? ഇപ്പോൾ ഇവർ പറയുന്ന പോലെയാണെങ്കിൽ മൊത്തം മൂടിപ്പൊതിച്ച് നടക്കുന്ന ആളുകൾ എന്തിനാണ് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത്? അവരെന്തിനാണ് വേറെ ഡ്രസ്സ് വാങ്ങുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അപ്പോൾ അതൊക്കെ ഞാൻ പറയട്ടെ, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ പറയും, ഇത് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴുള്ള ആ കല്യാണ വീട്ടിൽ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ അവരുടെ മാത്രം ഒരു സ്ത്രീകൾക്ക് വേണ്ടി മാത്രം മുറികളുണ്ട്, സ്ത്രീകൾ മാത്രമുള്ള അവിടെ ഉണ്ടെന്ന്. സിനിമ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ചില സമയത്ത് കേട്ടോ. മയിൽപ്പീലി വീടർത്തി ആടുന്ന മയിലിനേക്കാണ് എന്തൊരു ഭംഗിയാണ്. കണ്ടില്ലേ? അതാണ് ഞാൻ ഡോണ്ട് ജംപ് ദ ഗൺ, ഞാനതാണ് പറയാൻ വന്നത്. അത് എന്ത് മയിലാണ്, ആണോ പെണ്ണോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. ആൺമയിലല്ലേ? എല്ലാ പൂവൻ കോഴി, പിടക്കോഴി ആകും ഇങ്ങനെ ഒരു കുരുട്ടടയ്ക്ക അല്ലേ? ഏത് മൃഗങ്ങളെടുത്താലും സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്ന് പറയാം, സുന്ദരന്മാരെന്ന് പറയുന്നത് ആണുങ്ങൾ. സിംഹം ആയിക്കോട്ടെ, ഈവൻ ആന, ആ തുമ്പിക്കൈ, കാള അല്ലേ, ആ ഒരു ശൗര്യവും ഒരു ഇതൊക്കെ ഉള്ളത് ആണുങ്ങൾക്ക്, മെയിൽ സ്പീഷീസിനാണ്. അപ്പം ഞാനിങ്ങനെ ഇന്ന് ആലോചിച്ചു, സ്ത്രീകൾ നമ്മളുടെ മനുഷ്യന്മാർക്കിടയിൽ മാത്രം സ്ത്രീകൾക്ക് എന്താ ഇത്ര ഭംഗി എന്ന് ആലോചിച്ചു അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നോക്കി, ശ്രീകുമാറിന് ഒരു ചീപ്പ് മാത്രമേ ശ്രീകുമാറിൻ്റെ തട്ടിലുള്ളൂ. എൻ്റെ തട്ടിൽ കൺമഷി, കുങ്കുമം, കുപ്പിവള. സിന്ധുജിയുടെ കയ്യിൽ വളയുണ്ടോ? ഇല്ലല്ലോ. കാതിൽ കമ്മലുണ്ടോ? പൊട്ടുണ്ടോ? മാലയുണ്ടോ? ഒന്നുമില്ല. പക്ഷേ യു ആർ ഓൾസോ ഈക്വലി ഗുഡ് അല്ലേ? അപ്പം ഞങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ തന്നെ കയ്യിലെ കാശെടുത്ത് ഈ സൗന്ദര്യ വർദ്ധക വസ്തുക്കളൊക്കെ മേടിക്കുന്നത്. ഒരൊറ്റ ചീപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എൻ്റെ ജീവിതമോ ആൻറ്റി റിങ്കിൾ ക്രീം, പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ അതിൻ്റെ മുകളിൽ ലിപ് ഗ്ലോസ്, പിന്നെ ചെറിയ റൂഷോ ഇവിടെ ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കാനായിട്ട്, പിന്നെ പിരികം വരയ്ക്കാൻ സാധനം, കണ്ണെഴുതാൻ സാധനം. ഇപ്പോൾ ശ്രീകുമാർ ഇതൊക്കെ വേണ്ടതെന്ന്. കാരണം അതൊക്കെ ഇല്ലാണ്ട് പുറത്തിറങ്ങുമ്പോൾ ഞാനാണോ എന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടിലും സുന്ദരന്മാരായിരിക്കുന്ന സാഹചര്യത്തിൽ പുരുഷന്മാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ കാണിക്കുന്ന ഒരേ ഒരു സ്പീഷീസ്, പുരുഷനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ പലതരത്തിലുള്ള കൗതുക വസ്തുക്കൾ, നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഒരേ സ്പീഷീസ് നമ്മുടെ മനുഷ്യന്മാർ മാത്രമാണ്. അതുകൊണ്ട് കൂടെ തന്നെയാകാം ഇവർ നമ്മുടെ ഈ സാധനം ഇട്ടാലും ഇട്ടില്ലെങ്കിലും, പ്രത്യേകിച്ച് ഒരു സുന്ദര പുരുഷനോടൊപ്പം നിൽക്കുമ്പോൾ സ്ത്രീ സുന്ദരിയല്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഒരു പുരുഷന്മാർക്ക് എന്താ എത്ര പൊക്കം അല്ലേ? എത്ര പൊക്കം, തലയെടുപ്പ്. അപ്പോൾ ശ്രീ ഫസൽ ഗഫൂറിൻ്റെ ആദ്യത്തെ നമ്മൾ തുടങ്ങി വെച്ച് നോക്കുവാണെങ്കിൽ പുരുഷന്മാർ സുന്ദരന്മാരായിട്ടിരിക്കുന്നു. ശരിയല്ലേ? അപ്പൊ അതിലൊരു വൈരുദ്ധ്യം കാണുന്നില്ലേ? പുള്ളി എന്താ ആലോചിക്കാത്ത അതിനെക്കുറിച്ച്? പുരുഷന്മാരെ വേണം മുഖം മൂടി ഇടിപ്പിക്കാനായിട്ട്, പുരുഷന്മാരെ വേണം മറയത്തിരുത്തുവാനായിട്ട് അല്ലേ? ഈ സ്ത്രീകൾ കണ്ണിൻ്റെ ഇടയിൽ കൂടെ ആരെയൊക്കെ നോക്കുന്നു എന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? കണ്ണു മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഇവർക്ക് പരമസ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അവരെന്ത് ചെയ്താലും അറിയുന്നില്ല. ഇതിന്റെ മുഖം മൂടിയുടെ ഉള്ളിലിരുന്ന് എത്ര പുരുഷനെ വേണമെങ്കിലും അവർക്ക് നോക്കാം.
ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ ഇത് ശരിയല്ല ശ്രീ ഫസൽ ഗഫൂർ. സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ തന്നെ കാണണം. ഞങ്ങൾ തമ്മിലൊരു വേർതിരിവ് വേണ്ട. തലച്ചോറെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലത്തെ ബുദ്ധിയാണ്. ഈ ഫസൽ ഗഫൂർ ഇപ്പോൾ മാത്രമല്ല, മുമ്പ് പലതവണയും പറഞ്ഞിട്ടുണ്ട്, അതായത് കോടതി വിധി എതിരായിട്ട് വരുവാണെങ്കിൽ അതിനപ്പുറത്താണ് ജനഹിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭരണഘടനയോ ഭരണഘടനാ സ്ഥാപനങ്ങളെയോ ഒന്നും നമ്മൾ അംഗീകരിക്കണം, അതിനപ്പുറം ജനഹിതം. ഈ ജനഹിതം അതാണ് പ്രശ്നം. അവരുടെ മതവിഭാഗത്തിൽപ്പെട്ട ആണുങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതാണ് ജനഹിതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് പോലും എതിരായിട്ടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഈ ഫസൽ ഗഫൂർ പറഞ്ഞെന്താ, അവിടെ സ്ത്രീകൾ കയറട്ടെ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ്. ഇതേ വ്യക്തിയാണ് ഇപ്പം ഇങ്ങനെ പള്ളി കയറാൻ പറ്റുമോ? സ്ത്രീകൾക്ക് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പറ്റുമോ? എൻ്റെ അറിവിലില്ല. അവർക്ക് പള്ളി കയറി നിസ്കരിക്കാൻ പറ്റില്ല. വീട്ടിൽ തന്നെ ആണെങ്കിലും മാറൊരു സ്ഥലത്തിരുന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പുരുഷന്മാരോടൊപ്പം പള്ളിയിൽ പോലും കയറാൻ പറ്റില്ല സാധാരണ ചടങ്ങുകൾക്ക്. അങ്ങനെയുള്ളവരാണ്. മറ്റുള്ളവർക്ക് എല്ലാ സ്വാതന്ത്ര്യം. ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യ മതിലിൽ എത്ര മുഖംമൂടിധാരികളായിരുന്നു. ബന്ധപ്പെട്ട എത്രയോ സംഘടനകൾ അസോസിയേറ്റ് ചെയ്തു. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ അന്തപുരങ്ങളിൽ അടച്ചിടും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആദ്യം മിസ്റ്റർ ഫസൽ ഗഫൂർ മാറ്റണം. അവർക്കും സ്വാതന്ത്ര്യം, അവർക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരും, വിറ്റാമിൻ ഡി കിട്ടണ്ടേ അല്ലേ? നമ്മളുടെ മുഖത്തിനും നമ്മളുടെ കൈകാലുകൾക്കൊക്കെ വിറ്റാമിൻ ഡി കിട്ടുന്നത് നാച്ചുറൽ സൺലൈറ്റിൽ നിന്നാണ്. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെടാനും ചാൻസ് ഉണ്ട്. കാരണം ഈ കറുപ്പാണ് ഏറ്റവും കൂടുതൽ ചൂട് ആഗിരണം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആഗിരണം ചെയ്യുന്ന ഒരു വസ്ത്രമിട്ട് 24 മണിക്കൂർ പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ മുഴുവനും അവരത് ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും കൂടെ താങ്കൾ ആലോചിക്കണം. ഇപ്പോൾ സിനുജി തന്നെ നോക്കൂ, എൻ്റെ കൈയിൻ്റെ ഇത്രയും ഭാഗം, ഞാൻ ഇവിടെ വരെയുള്ള ഇതുണ്ട്, ഇങ്ങോട്ടേക്ക് സൺ ടാൻ ആണ്, എന്നാൽ വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് തന്നെയായിരിക്കില്ലേ അവരുടെ അവസ്ഥ? ചില സ്ത്രീകളെ ഞാൻ കാണാണ്ട് കയ്യിൽ ഗ്ലൗസ് കൂടെ ഇട്ടിരിക്കുന്നു, കാലിലൊക്കെ ഗ്ലൗസ്. അപ്പൊ എന്തുമാത്രം അവരെ മാനസികമായിട്ട് അല്ലെങ്കിൽ മസ്തിഷ്കപരമായിട്ട് പ്രക്ഷാളനം നടത്തിയായിരിക്കും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഇടയ്ക്കായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടു ഇങ്ങനത്തെ ഫുൾ വേഷത്തില്. ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. അപ്പൊ ഈ പൂർവികരില് നടത്തിയ ആ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകണം. അധികം പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പുതിയ വസ്ത്രം ഇടുന്നു, ആധുനികമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, ആൺകുട്ടിയും പെൺകുട്ടികളും ഒക്കെ ധരിക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ആ സ്വാതന്ത്ര്യം പാടില്ലെന്നാണ്. അല്ല സിനുജി, ഇവരുടെ ഏറ്റവും വലിയ മെക്കയാണല്ലോ സൗദി അറേബ്യ. സൗദി അറേബ്യ പരിഷ്കാരത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഇപ്പം നിർബന്ധമില്ല. പണ്ട് കുറേ നാളുകൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവർ പറയായിരുന്നു ഒരു സ്റ്റെപ്പ് വീടിൻ്റെ ഇതിലേക്ക് പുറത്തേക്ക് വെക്കണമെങ്കിൽ ഫുള്ളി ആ പർദ്ദ ഇടുന്നത്. ഇപ്പോൾ അവർ തിരിച്ചു വന്നു, പാശ്ചാത്യ ലോകത്തിലേക്ക് തിരിച്ചു വന്ന് ഏത് തരത്തിലും മാന്യമായ വസ്ത്രവും അവർക്ക് ധരിക്കാമെന്ന് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ മെക്കയിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇവർ നോക്കണ്ടേ? എത്ര നൂറ്റാണ്ടുകൾ പുറകിലാണ് കേരളം അല്ലെങ്കിൽ ഭാരതം എന്നുകൂടെ നോക്കണ്ടേ? ഇപ്പോഴാണല്ലോ ഇവിടെ ഇതൊക്കെ വന്നത്. അതിനു മുമ്പ് ഇതൊന്നും വായിച്ചിരുന്നില്ലേ? പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ അല്ലേ? അപ്പോൾ സൗദി അറേബ്യ പരിഷ്കാരമല്ല, വസ്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികളെ അസ്വാതന്ത്ര്യത്തിലേക്ക്, കൈയും കാലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് സിനുജി ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തുമാത്രം അസ്വസ്ഥതയിലായിരിക്കും അവർ. പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു കാര്യം ഞാൻ പറയട്ടെ, MP ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി വന്ന് എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഭയങ്കര പ്രഷർ പത്മജ ഈ കറുത്ത വസ്ത്രം ഇടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഭർത്താവ് പറഞ്ഞു, നിനക്ക് നല്ലൊരു മുഖമുണ്ട്, ആ മുഖം കണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. നീ ഈ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണ് മാത്രം കാണിച്ചു എൻ്റെ കൂടെ നടത്തുമ്പോൾ എൻ്റെ കൂടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നോക്കുമ്പോൾ ഒരു ഭൂതം എൻ്റെ അടുത്ത് കൂടെ നടക്കണ പോലെ എനിക്ക് തോന്നും, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പത്മജ എനിക്ക് ആകെ പുറത്തേക്ക് പോവാൻ പേടി, ചമ്മൽ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, ഞാൻ ഈ പർദ്ദ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താ ചെയ്യേണ്ടേ? തന്നെ കല്യാണം കഴിച്ച ഭർത്താവ് എന്തു പറയുന്നു അത് താൻ ചെയ്യണം. കാരണം കല്യാണം കഴിച്ച അദ്ദേഹമാണ്, മൊഴി ചൊല്ലേണ്ടത് അദ്ദേഹമാണ്. എൻ്റെ വാക്കിന് അവിടെ പ്രസക്തിയില്ല. പക്ഷെ ഒരു കൂട്ടുകാരി എന്നുള്ള നിലയിൽ നല്ല സുന്ദരമായ മുഖമുള്ള എൻ്റെ കൂട്ടുകാരിയോട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഈ പർദ്ദയ്ക്കുള്ളിലേക്ക് ഒളിക്കാനായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് ഈ കൂട്ടുകാരിയാണ് ഇഷ്ടം. എനിക്ക് തൻ്റെ കൈകൾ ഫീൽ ചെയ്യണം. നമ്മൾ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു തുണി അല്ല എനിക്ക് ഫീൽ ചെയ്യേണ്ടത്, തൻ്റെ കൈകളാണ്. ആ കൈകൾ തരുന്ന വിശ്വാസം,
ആ വിശ്വാസമാണ് നമ്മൾ കൈ മുറുകെ പിടിച്ചൊരുമിച്ച് കടൽ ബീച്ചിൽ കൂടെ മറ്റുമൊക്കെ നടക്കുമ്പോൾ കിട്ടുന്നത്. ഒരു തുണിയിൽ പിടിച്ച് നടക്കാൻ എനിക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ പുരുഷന്മാരുണ്ട്. ഇന്ന് രാവിലെ പുരുഷന്മാരുണ്ട്, ഭാര്യമാരിങ്ങനെ പർദ്ദയ്ക്കുള്ളിൽ വരാൻ ഇഷ്ടമല്ലാത്ത. ഇന്ന് രാവിലെ ഞാൻ സൗത്ത് ഇന്ത്യ ഇന്നർവ്യൂൽ മീറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. ധാരാളം സുഹൃത്തുക്കൾ എൻ്റെ ഈ വിഭാഗത്തിൽപ്പെടുന്ന സുഹൃത്തുക്കൾ സാധാരണ സാരി ഉടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊരു വിഭാഗങ്ങൾ അവരുടെ സ്ത്രീകളെ ചങ്ങലക്കിടുവാനായിട്ടും വീടുകളുടെ അകത്തളങ്ങളിലേക്ക് ഉൾവലിയിപ്പിക്കാനും വേണ്ടി നടത്തുന്ന ഒരു പ്രത്യേക പരിപാടിയാണോ പദ്ധതിയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിവരവും വിദ്യാഭ്യാസവുമുള്ള സ്ത്രീകൾ പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഫസൽ ഗഫൂർ സാറേ, അവരാരും ഒന്നും തുറന്നു കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ആ സാരിയുടെ മാന്യതയിലോ സൽവാറിൻ്റെ മാന്യതയിലോ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അവർ തലമൂടി നടക്കാനും ആഗ്രഹിക്കുന്നില്ല, അവർ മാറി തുറന്നു കാണിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിച്ചോട്ടെ. അതിൻ്റെ ഉള്ളിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പൂർവികരെ പോലെ ഒന്നും നടക്കണ്ട, അധികമായ പാശ്ചാത്യ സംസ്കാരം വേണ്ട എന്നൊക്കെ പറയുന്ന ഫസൽ ഗഫൂറിൻ്റെ പൂർണ്ണമായിട്ട് തള്ളുകയാണോ ചേച്ചി? അത് എന്ത് പാശ്ചാത്യ സംസ്കാരം. ഞാൻ സൗത്ത് ഇന്ത്യ കോൺഫറൻസിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. എവ്രിബഡി ഈസ് വെൽ ഡ്രസ്ഡ്. അവിടെ ഞാൻ ആരെയും കണ്ടില്ല, ഇതിട്ട് ആരെയും കണ്ടില്ല. ബട്ട് ഐ നോ there are minority communities represented there എന്ന് എനിക്കറിയാം. ബട്ട് ഓൾ ഓഫ് us were in the same attire. അങ്ങനെയല്ലേ നല്ലത്? നമ്മൾ എന്തിനൊരു മതവിഭാഗത്തിനെ തിരിച്ചറിയണം? അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ വനിതകൾ പഴയ ഒരു വിശറി പോലെ എനിക്ക് ഓർമ്മയുണ്ട്, അതും റോക്ക അങ്ങനത്തെ ഇതിട്ടിട്ട് ഇവിടെ ഒരു വലിയൊരു കമ്മൽ വയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെ ഇട്ട് അവർ നടക്കണോ? ഞങ്ങൾ എന്തായിരുന്നു എൻ്റെ അമ്മയുടെയൊക്കെ സമയത്ത് മുണ്ടും നേരിയതും ഒക്കെയാണ് അവരെടുത്തിട്ട് നടന്നിരുന്നത്. വീട്ടിലാണെങ്കിൽ മുണ്ടും ബ്ലൗസൊക്കെ അതുപോലെ നടക്കണോ? എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തമല്ല. പിന്നെ നമ്മളെന്താണ് അതിൽ പറയുന്നത്? പക്ഷേ എന്തായാലും ഒരു സൗഹാർദ്ദത്തോടെ, ഒരുമയോടെ, സൗഹൃദത്തോടെ ജീവിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു, ഞങ്ങൾ സ്ത്രീകൾ. അത് ഞങ്ങളുടെ ഒരു എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ ഈ ഫ്ലോറിൽ പറയുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം പഴയ പോലെ. ആ അർത്ഥത്തിൽ തന്നെ താങ്കൾ ഇതിനെ കാണണം. ഒരു വേർതിരിവുണ്ടാക്കാനും പ്ലീസ് മതങ്ങളെ ഉപയോഗിക്കല്ലേ. ഞങ്ങൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കൈപിടിച്ച് സ്വർഗത്തേക്ക് തന്നെ പോയിക്കോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.